మంత్రిగా తర్వాత ప్రధానమంత్రి సేవలు ఇప్పుడు భారతదేశంలోనే కాదు విదేశాల్లో కూడా ప్రతి ఒక్కరూ కూడా ఖచ్చితంగా తీరని లోటు అని ఇప్పుడు ఏఐసిసి కార్యాలయంలో నివాళులు అర్పించిన తర్వాత क्लियर करा दीजिए प्लीज सर प्लीज सर थोड़ा पीछे प्लीज ज़्यादा थोड़ा पीछे മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം AICC ആസ്ഥാനത്ത് എത്തി എന്നാണ് മനസ്സിലാകുന്നത്. ശരത് ലാലുണ്ട്. ശരത്, അങ്ങനെയാണോ? കവാടത്തിൽ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും കവാടത്തിൽ ഒരു വിലാപയാത്രയുടെ ആദ്യത്തെ കർക്കേടുകൾ എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും. നിലവിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ളത് മോത്തിലാൽ നെഹ്റു റോഡിൽ തിരിഞ്ഞു. അദ്ദേഹം അത് ജനപത്ത് റോഡിന് മോത്തിലാൽ റോഡിന്റെ ഇടയിലാണ് ഈ മൻമോഹൻ സിംഗിന്റെ വസതി. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമാണ് AICC ആസ്ഥാനത്തേക്കുള്ളത്. AICC ആസ്ഥാനത്തേക്ക് പിന്നെ മൃതദേഹം വഹിച്ചുള്ള വാഹനം കടന്നു വരികയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്ന ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. സുരക്ഷാ സൈനികർ ഇത് സംബന്ധിച്ച വാഹനം കടന്നു വരാനുള്ള ഏർപ്പാടുകൾ നടത്തുകയാണ്. അതിന്റെ മുന്നോടിയുള്ള പോലീസ് പൈലറ്റ് വാഹനങ്ങൾ AICC ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും AICC ആസ്ഥാനത്ത് ഇപ്പോൾ ഒരു ദുഃഖപൂർണമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഇവിടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധന് അന്തിമോപചാരമർപ്പിക്കാൻ, സ്നേഹാദരമർപ്പിക്കാൻ പ്രമുഖ നേതാക്കളടക്കം, പൊതുജനങ്ങളടക്കം എല്ലാവരും ഓടിയെത്തുന്ന കാഴ്ചയാണ്. മൃതദേഹം വിലാപയാത്രയായി AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഇവിടെ ഏകദേശം ശരത്ത് തുടരുന്നുണ്ട്. ശരത്ത്, ഈ AICC ആസ്ഥാനത്ത് എത്ര സമയമായിരിക്കും പൊതുദർശനം? അതിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്?
സ്വാഭാവികത നേരത്തെ 8 മണിക്കായിരുന്നു ആസ്ഥാനത്ത് പൊതുദർശനം വെച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് 1 മണിക്കൂറോളം വൈകി 9:10 1 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞാണ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതായത് ഒരു 40 മിനിറ്റിൽ കൂടുതൽ ഇവിടെ പൊതുദർശനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ നിന്ന് നിഗം മൂലംകെട്ടിലേക്ക് 6-8 കിലോമീറ്ററോളം ദൂരമുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ 11:45 അന്തിമ കർമ്മങ്ങൾ നടത്തണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിൽ താഴെ മാത്രമേ AICC ആസ്ഥാനത്ത് അന്തിമ ദർശനം ഉണ്ടാവുകയുള്ളൂ. നേരത്തെയും 8 മുതൽ 9:30 വരെ 1.5 മണിക്കൂറായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ വെട്ടിക്കുറച്ചിട്ടുണ്ട്. കാരണം സമയത്തിന്റെ ദൗർബല്യം കൊണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ദർശനം AICC ആസ്ഥാനത്തുള്ള CWC യോഗം നടക്കുന്ന CWC യോഗത്തിന് മാത്രമുള്ള ഒരു ഹാളുണ്ട്. ആ ഹാളിലായിരിക്കും അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കുക. കോൺഗ്രസിന്റെ പതാക പുതപ്പിക്കുക. അതേപോലെ കോൺഗ്രസ് നേതാക്കൾ അന്തിമ ദർശനം, അതായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ മുതൽ CWC അംഗങ്ങൾ എല്ലാവരും തന്നെ അതേ പ്രത്യേക ഇൻവൈറ്റ് CWC അവർ ആദ്യം ആ ക്രമത്തിൽ അന്തിമോപചാരം അർപ്പിക്കും. അതേപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന സിബു സൂര്യൻ, അതേപോലെ തന്നെ മറ്റു കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും എത്തിയിട്ടുണ്ട്. അവരെയും അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം മാത്രമായിരിക്കും സാധാ പ്രവർത്തകർക്ക് അന്തിമ അർപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുന്നത്. എന്നാലും ഇത് കനത്ത സുരക്ഷാ വലയത്തിലായതാൽ തന്നെ നേരത്തെ ചിട്ടപ്പെടുത്തിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് ആതിര നമുക്ക് പറയേണ്ടി വരും. കാരണം AICC ആസ്ഥാനത്ത് എല്ലാവരും എപ്പോഴാണ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടെ തന്നെ നടക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. ഏതായാലും ഇനി 1 മണിക്കൂർ വൈകി യാത്ര AICC പൊതുദർശനം 1 മണിക്കൂർ വൈകിയ സാഹചര്യത്തിൽ 1 മണിക്കൂർ അരമണിക്കൂറെങ്കിലും ഇത് വെട്ടിച്ചുരുക്കുമെന്നാണ് സുദർശന സമയം. നേരത്തെ 1.5 മണിക്കൂറായിരുന്നു അന്തിമ ദർശനത്തിന് വേണ്ടിയിട്ട് AICC ആസ്ഥാനത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അത് 1 മണിക്കൂർ താഴെയായി കുറക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ആതിര മൻമോഹൻ സിംഗ് അവസാന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ കഴിഞ്ഞ 18 വർഷം കോൺഗ്രസ് പ്രവർത്തക സമിതിയായ മൻമോഹൻ സിംഗ് ഇപ്പോൾ അവസാനമായി കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ ചേതനയറ്റ ശരീരമാണ് AICC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി ചരിത്രമുറങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കൂടിയിരുന്ന ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് എല്ലാ പ്രവർത്തക സമിതി യോഗവും കൂടിയിരുന്ന ഈ AICC ആസ്ഥാനത്ത് അക്ബർ റോഡിലെ 28 നമ്പർ AICC ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ചലനമറ്റ ഭൗതിക ശരീരം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അതിന് അദ്ദേഹത്തിന് ആ CWC നടക്കുന്ന യോഗ സ്ഥലത്തേക്ക്, അതായത് ഹാളിലേക്ക്, ചരിത്രമുള്ള ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമ ദർശനം, അന്തിമ ഉപചാരവും ഇന്ത്യയിൽ അതിന് പറഞ്ഞിരിക്കുന്ന അന്തിമ ദർശൻ എന്നാണ് AICC കൊടുത്തിരിക്കുന്ന വാക്ക്. അദ്ദേഹത്തിന് അവസാനമായി കാണാനുള്ള ഒരു അവസരമാണ് AICC ആസ്ഥാനത്ത് എന്ന രീതിയിലാണ് AICC ഈ മൻമോഹൻ സിംഗിന്റെ അന്തിമ യാത്രക്ക് പേര് നൽകിയിരിക്കുന്നത്. ഈ അന്തിമ ദർശന് വേണ്ടി ഗാന്ധി കുടുംബാംഗങ്ങൾ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, അതുപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ അടുത്ത സുഹൃത്ത് വലയത്തിലുള്ള സാം പിത്രോഡ അടക്കമുള്ള വ്യക്തികൾ എത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്നുള്ള 3 പ്രധാനപ്പെട്ട നയതന്ത്ര പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഭൂട്ടാന്റെ നയതന്ത്ര പ്രതിനിധി, അതേപോലത്തെ മൻമോഹൻ സിംഗ് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന കാനഡയുടെ ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്ന സർദീപ് കൗർ തുടങ്ങിയ വ്യക്തികളൊക്കെ നമുക്ക് ഇതിൽ AICC ആസ്ഥാനത്ത് കാണാൻ പറ്റും. അതുപോലെ പ്രവാസി കോൺഗ്രസിന്റെ നിരവധി വിദേശത്തു നിന്നുള്ള നേതാക്കളും മൻമോഹൻ സിംഗിനെ കാണാൻ അന്തിമ ദർശനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് വളരെ വിഷ്വൽസ് തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. രാഹുൽ ഗാന്ധി മുതൽ മല്ലികാർജുന അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, അജയ് മാക്കൻ, സൽമാൻ ഖുർഷിദ് തുടങ്ങിയ പഴയകാല നേതാക്കളും ഈ AICC ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു രാജ്യം ഒരു മുൻ പ്രധാനമന്ത്രിക്ക് നൽകുന്ന
വളരെ വലിയ ഒരു യാത്രയപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷ ഭേദമില്ലാതെ തന്നെ ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ ഒരു മഹാപുത്രൻ എന്ന് നമുക്ക് വിശേഷിക്കും വരും. ആ മഹാപുത്രന് യാത്രയപ്പ് നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വളരെ ദരിദ്രമായ കുടുംബത്തിൽ നിന്നെത്തി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി, സാമ്പത്തിക ഉപദേഷ്ടായി, റിസർവ് ബാങ്ക് ഗവർണറായി, അത് കഴിഞ്ഞ് കേന്ദ്ര ധനകാര്യമന്ത്രിയായി, ഒടുവിൽ പ്രധാനമന്ത്രിയായി, 10 വർഷം പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിത്വത്തിന് രാജ്യം അതിന്റെ എല്ലാവിധ അർഹതയോടുകൂടിയ ഒരു യാത്രയപ്പ് ആണ് നൽകുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി രാഷ്ട്രീയ കൊടി വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇതുപോലത്തെയാണ് കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭയിൽ കോൺഗ്രസ് മല്ലികാർജ്ജുന ഖാർഗെ ഒരു കത്ത് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് സ്മാരകം പണിയണം യമുനാ തീരത്ത്. ഉടൻ തന്നെ മന്ത്രിസഭ അത് അംഗീകരിക്കുകയും അത് ഖാർഗെ അമിത്ഷാ തന്നെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഒരു ട്രസ്റ്റിൽ രൂപീകരിച്ചാൽ ഉടൻ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ട സ്ഥലം കൈമാറുമെന്ന് ഔദ്യോഗികമായി പത്രക്കുറിപ്പും ഇറക്കുകയും ചെയ്തു. അത്രയാണ് രാജ്യം അദ്ദേഹത്തെ കാണുന്നത്. ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലാതെ അത്ര ഒരു ഔന്നത്യത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് നമുക്ക് പറയേണ്ടി വരും. കക്ഷി രാഷ്ട്രീയം ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ മഹത്തായ പുത്രനെ ഇതാ AICC ആസ്ഥാനത്ത് അന്തിമ ദർശനത്തിന് വേണ്ടി എത്തിച്ചിരിക്കുകയാണ്. അതിൽ കോൺഗ്രസിന്റെ ഐക്യം, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ DK ശിവകുമാർ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള നിരവധി പ്രമുഖ നേതാക്കൾ AICC ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിരവധി പ്രമുഖരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ അവിടെ അന്തിമ ഉപചാരം അർപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ വളരെ വലിയ മുസ്ലിം നേതാക്കൾ എന്ന് പറഞ്ഞ 5 MPമാരും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ നേരിട്ടെത്തി അദ്ദേഹത്തിന് വസതിയിൽ അന്തിമം അർപ്പിച്ചു. അത്ര മഹത്തായ ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നമുക്ക് അന്തിമ യാത്ര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AICC ആസ്ഥാനത്ത് ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി അദ്ദേഹത്തിന് ഉപചാരം അർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ആതിര, അതുതന്നെയാണ് ഇപ്പോൾ AICC ആസ്ഥാനത്താണ് അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിന് അവസാനമായി സ്നേഹാദരം അറിയിക്കാൻ എത്തുന്നത് നിരവധി ആളുകളാണ്. AICC ആസ്ഥാനത്താണ് നിലവിൽ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം ഇവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾക്കായി ഭൗതിക ശരീരം നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകും. ശേഷം 11:45 അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. നിലവിൽ ഭൗതിക ശരീരം AICC ആസ്ഥാനത്ത് ആണുള്ളത്. ഗാന്ധി കുടുംബത്തിലെ പ്രമുഖരടക്കം നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായൊരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് അവസാനമായി സ്നേഹാദരങ്ങൾ അർപ്പിക്കാൻ, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും നടക്കുക എന്നുള്ളതാണ്. ഭൗതിക ശരീരം വിലാപയാത്രയായാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് അല്പം മുൻപ് എത്തിച്ചത്. ഇപ്പോൾ അവിടെയുള്ള അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകളടക്കമാണ് പുരോഗമിക്കുന്നത്.